ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു അടിപൊളി ചെമ്മീൻ ഫ്രൈ ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് അതിന് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനത്തിൽ ആദ്യം തന്നെ വേണ്ടത് ചെമ്മീനാണ്. ചെമ്മീൻ ഞാൻ ഈ ഇത്രയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഈ ഇരിക്കുന്നത് ഈർക്കിളിയാണ്. ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് ചെമ്മീൻ ചുരുണ്ട് പോകാതിരിക്കാനായിട്ട് ഉള്ളിൽ കൂടി നമുക്ക് കയറ്റി വെക്കാനാണ് കേട്ടോ ഈ ഈർക്കിളി. നമുക്കൊരു കോഴിമുട്ടയുടെ ആവശ്യമുണ്ട്. ഇത് ബ്രെഡ് പൊടിച്ചതാണ്. ഒരു 2 ബ്രെഡ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണിത്. നമ്മൾ എത്രത്തോളം ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കോൺഫ്ലവർ വേണം. അടുത്തത് നമ്മൾ മസാലകളാണ്. മസാലകൾ ഇത്ര വേറെ അധികമൊന്നുമില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമേ ഉള്ളൂ. അടുത്തത് കുറച്ച് വിനാഗിരി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമായി വരുന്നത്. ഇത് നേരെ പ്രിപ്പറേഷനിലേക്ക് കിടന്നാലോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ അങ്ങനെ ഈർക്കിളി കുത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാഗ്നേറ്റ് ചെയ്യാം. മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല, കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരിയും ചേർത്തിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് പണിയുണ്ട്. നമ്മൾ എടുത്തേക്കുന്ന കോൺഫ്ലവർ വേറൊരു പാത്രത്തിലേക്ക് ഇടാം. അതിലേക്കും ഒരു അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. ലേശം ഉപ്പ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് മുട്ട ഒന്ന് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ട നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാനുള്ളത് വെച്ചാൽ നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീൻ അത് നേരെ നമ്മുടെ കോൺഫ്ലവർ പൊടിയിലേക്ക് ഒന്ന് മുക്കുക. ഇതേപോലെ മുക്കിയെടുത്തിട്ട് മുട്ടയിലും ഒന്ന് മുക്കുക. നമ്മുടെ ബ്രെഡ് പൊടിച്ച് വെച്ചതിലേക്കും ഒന്ന് മുക്കി ഇതേപോലെ എടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇതിലെല്ലാനും മുക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴാണ് ഇതിൻ്റെ കുക്കിംഗ് കംപ്ലീറ്റ് ആവുക. അപ്പോൾ നേരെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളി ചെമ്മീൻ ഫ്രൈ എങ്ങനെയുണ്ട് ഒന്ന് കഴിച്ചു നോക്കാല്ലേ. ഫ്രണ്ട്സ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് പേരെന്തോന്നും വിളിക്കാം കേട്ടോ. പ്രോൺസ് ലോലിപോപ്പ് എന്നോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്. ശരി.